ഹായ് ഫ്രണ്ട്സ്, ദി പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് വടക്കുന്നാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആനയൂട്ടാണ് അവരുടെ ഉത്സവം. അപ്പോൾ നമ്മൾ ആനകളെയൊക്കെ കാണാനായിട്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങിയത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ നമുക്ക് ആനയൂട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആനകളെയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഭക്തജനങ്ങളെ മാത്രമല്ല, ആനപ്രേമികളുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്ന 3/4 ഭാഗം ആനപ്രേമികളാണ്. കാരണം ഇത്രയും ആനകളെ ഒന്നിച്ച് 70 ആനകളെ ഒന്നിച്ച് കാണുന്ന ഒരു സന്തോഷമാണ് ഇവിടുത്തെ ആനപ്രേമികൾക്ക്. ശക്തിയായ മഴയുണ്ടായിട്ട് പോലും ഭക്തജനങ്ങൾക്കും ആനപ്രേമികൾക്കും അതൊരു തടസ്സമായിട്ട് കണ്ടില്ല ഇവിടെ. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള പേരെടുത്ത കൊമ്പന്മാരും പിടിയാനകളും ഇന്ന് ഈ ആനയൂട്ടിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പേരെടുത്ത കൊമ്പന്മാരെന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാവരും ഇല്ല. കാരണം മതപ്പാട് നിൽക്കുന്നവരെയൊന്നും ഇതിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. ഇത്രയും ആനകളെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കാണുക എന്നത് ഒരു അപൂർവ കാഴ്ചയാണ്. ഇനി ഇവർ കർക്കിടകം കഴിയുന്നത് വരെ വിശ്രമവും സുഖചികിത്സയുമായി അവരുടെ സ്വന്തം സ്ഥലത്ത് തന്നെ കഴിഞ്ഞുകൂടും. ഈ ഗ്രൗണ്ട് മുഴുവൻ മഴ കഴിഞ്ഞിട്ട് ചെളിയായിട്ട് കിടക്കുകയാണ്. ആളുകൾ ഇതൊന്നും വകവെക്കാതെ ആനകളെ കണ്ട സന്തോഷത്തിൽ മതിമറന്ന് ഓടി നടക്കുകയാണ്. എല്ലാ ആനകളും അവരുടെ സ്വന്തം വണ്ടികളിലാണ് വന്നിരിക്കുന്നത്. ഇവരെ അമ്പലനടയിൽ ഇറക്കിയിട്ട് വണ്ടികളെല്ലാം പലയിടങ്ങളിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുപോകാൻ വണ്ടികളൊക്കെ ഗ്രൗണ്ടിലേക്ക് കയറി വരുന്നുണ്ട്. അതിൽ ചില ആനകളെ കയറി പോകാൻ വേണ്ടി തയ്യാറായി അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇവര് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ഈ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ ആനകൾ എവിടെ പോയാലും അവരുടെ ഫാൻസ് അവരുടെ കൂടെ കൂടാറുണ്ടെന്നാ തോന്നണേ. ഈ ഓരോ ആനകൾക്കും ചുറ്റും കൂടി നിൽക്കുന്നത് അവരുടെ ഫാൻസാണ് കേട്ടോ. അവരുടെ അടുത്ത് പോയി നിന്നാൽ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ്. കഴിഞ്ഞ ഉത്സവ കഥകളും അവരുടെ കുറുമ്പുകളും ഒക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് ആനക്കാര്യം മാത്രമേ സംസാരിക്കാനുള്ളൂ. ആനയൂട്ടിൽ പങ്കെടുത്ത എല്ലാവരുടെയും കഴുത്തിൽ ഓരോ മാല കിടപ്പുണ്ട്. അവർ തിരിച്ചു പോകുമ്പോൾ ഓരോ കെട്ട് പനയോലുമായിട്ടാണ് ഇവർ വണ്ടിക്കകത്ത് കയറുന്നത്. ശരിക്കും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആനകളുടെ സംസ്ഥാന സമ്മേളനം പോലെയുണ്ട്. ഇത് കാണാൻ ആയിരക്കണക്കിന് ആളുകളും കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്. ഓരോ വണ്ടികളും നീങ്ങി തുടങ്ങി. ആനകൾ പരസ്പരം അവരുടെ ഭാഷയിൽ നമുക്ക് അടുത്ത വർഷം കാണാം എന്ന് പറഞ്ഞ് യാത്ര പിരിഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ആനയൂട്ടല്ലാതെ അമ്പലത്തിൽ കർക്കിടകം പ്രമാണിച്ച് വിശേഷ പൂജകളൊക്കെ ഉണ്ട്. ആനയൂട്ട് കഴിഞ്ഞ് അമ്പലത്തിൽ അന്നദാനം കഴിക്കാൻ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ നീണ്ട നിരയാണ് ഈ കാണുന്നത്. ഒരാൾ വണ്ടിയിൽ വലിഞ്ഞു കയറുന്നത് കണ്ടില്ലേ? അവൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് ഞങ്ങളും അടുത്ത വർഷം കാണാമെന്ന വിശ്വാസത്തിൽ ഇവിടെ നിന്നും ഇപ്പോൾ വിട പറയുകയാണ്. ഓക്കെ, ബൈ.